നമ്മൾ പല ആവശ്യങ്ങൾക്കുമായിട്ട് പലതരം ഫ്രീ ആപ്ലിക്കേഷനുകൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാറില്ലേ? പക്ഷേ ഇത്തരം ആപ്ലിക്കേഷനിലൊക്കെ ഒരുപാട് പരസ്യങ്ങളായിരിക്കും. ചിലതൊക്കെ പർച്ചേസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇതിൻ്റെയൊക്കെ ഗൂഗിൾ വേർഷനും പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അത് ഫോട്ടോ എഡിറ്റർ, വീഡിയോ എഡിറ്റർ, എന്തിന് ഫ്രീ ആയി AI വീഡിയോ ജനറേറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ പോലും പ്ലേ സ്റ്റോറിനകത്ത് ഗൂഗിളിൻ്റേതായിട്ട് തന്നെ ഉണ്ട്. ഇതിലൂടെയൊക്കെ നമുക്ക് അൺലിമിറ്റഡ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനും സാധിക്കും. ഇതിലൊന്നും യാതൊരു തരത്തിലുള്ള പരസ്യങ്ങളും ഉണ്ടാവില്ല. ഇത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഗൂഗിളിൻ്റെ 5 ഗംഭീര ഫ്രീ ആപ്ലിക്കേഷനുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. പിന്നെ പ്രത്യേക കാര്യം ഓർക്കേണ്ടത്, ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ അല്ല. 5 ആപ്ലിക്കേഷനും എന്തൊക്കെയാണ്, അതിൻ്റെ ഉപയോഗം എന്താണ് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഞാൻ പരിചയപ്പെടുത്തുന്ന 5 ആപ്ലിക്കേഷൻ്റെയും പേര് വിവരങ്ങൾ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഇനി ലിങ്ക് വേണമെങ്കിൽ ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് ഓരോ ആപ്ലിക്കേഷനും പേര് നോക്കി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ലിസ്റ്റിൽ ആദ്യം ഗൂഗിളിൻ്റെ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. പ്ലേ സ്റ്റോറിൽ യൂട്യൂബ് ക്രിയേറ്റ് എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ്. ഒരു വീഡിയോ എഡിറ്റിങ്ങിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അകത്ത് നിന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഞാൻ ഓരോന്നും പ്രത്യേകമായിട്ട് പറയുന്നില്ല. വിവിധ തരം ടൂളുകൾ ഇതിനകത്തുണ്ട്. അതുപോലെ പരസ്യങ്ങളോ വാട്ടർമാർക്കോ ഒന്നുമില്ലാതെ നിങ്ങൾക്ക് അതിഗംഭീരമായി ഇതിനകത്ത് നിന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മാത്രവുമല്ല, ഇതിലൂടെ നിങ്ങൾക്ക് AI വീഡിയോയും ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ കാണുന്ന AI വീഡിയോകളിൽ ഭൂരിഭാഗവും ആൾക്കാർ ഇതിനകത്ത് നിന്ന് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ AI വീഡിയോ എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോ ചെയ്യണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം. ലിസ്റ്റിൽ രണ്ടാമതായി പരിചയപ്പെടുത്തുന്നത് ഫോട്ടോ സ്കാൻ ബൈ ഗൂഗിൾ ഫോട്ടോസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇതുകൊണ്ടുള്ള പ്രയോജനം, നമ്മുടെ കൈവശമുള്ള പഴയ ഫോട്ടോകളുണ്ടല്ലോ, അതായത് സാധാരണ ഫോട്ടോകൾ, ആ ഫോട്ടോ നമുക്ക് സ്കാൻ ചെയ്ത് നമ്മുടെ ഫോണിൽ ഡിജിറ്റൽ രൂപത്തിൽ മനോഹരമായിട്ട് സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് എക്സാമ്പിളൊന്നും കാണിക്കുന്നില്ല, ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ കൈവശമുള്ള പഴയ കല്യാണ ഫോട്ടോകളും എല്ലാ ഫോട്ടോകളും തന്നെ സ്കാൻ ചെയ്ത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ഗാലറിയിൽ സൂക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ലിസ്റ്റിൽ മൂന്നാമതായി പരിചയപ്പെടുത്തുന്നത് ഗാലറി എന്ന ആപ്ലിക്കേഷനാണ്. പിന്നെ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്തെടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൂഗിളിൻ്റെ ഗാലറി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ഞാൻ പറയുന്ന ഓപ്ഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇതുകൊണ്ടുള്ള പ്രയോജനം, നമ്മുടെ ഫോണിൽ ഒരുപാട് ആൾക്കാരുടെ ഫോട്ടോ ഉണ്ടല്ലോ, അവരുടെ ഫേസ് സ്കാൻ ചെയ്ത് അവരുടെ ഏതൊക്കെ ഫോട്ടോകൾ ഉണ്ടെന്ന് വളരെ കൃത്യമായിട്ട് ഫോൾഡറായിട്ട് ഇതിനകത്ത് നിന്ന് ലഭിക്കും. അതുപോലെ ഫുഡിൻ്റെത്, നമ്മൾ എന്തെങ്കിലും പ്രത്യേക തരം ഫോട്ടോകൾ ഉണ്ടെങ്കിൽ അത് കാറ്റഗറി ബേസിൽ നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഫോട്ടോ കണ്ടെത്താൻ എളുപ്പമാണ്. അതുപോലെ തന്നെ ഫോട്ടോ ഒക്കെ അതിവേഗത്തിൽ ആകും. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഗാലറി ഉപയോഗിക്കാൻ സാധിക്കുന്നൊരു ആപ്ലിക്കേഷനാണ് ഇത്. ലിസ്റ്റിൽ നാലാമതായി പരിചയപ്പെടുത്തുന്നത് ഗൂഗിൾ എർത്ത് എന്ന ആപ്ലിക്കേഷനാണ്. ഇത് നമ്മുടെ ഗൂഗിൾ മാപ്പ് പോലെയല്ല, നമുക്ക് സ്ഥലങ്ങളൊക്കെ തത്സമയം ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പം നമ്മുടെ നാട്ടിലെ പ്രദേശങ്ങളും ഉൾവഴികളും എല്ലാം തന്നെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അയാൾക്ക് കാണിച്ചു കൊടുത്ത് തന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇനി സ്ക്രീൻ റെക്കോർഡറൊക്കെ ഓണാക്കിയിട്ട് ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വരാനുണ്ടെങ്കിൽ ഏത് വഴിയിലൂടെ എങ്ങനെ വരണം എന്നൊക്കെ സ്ക്രീൻ റെക്കോർഡർ എടുത്തിട്ട് അയാൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. തത്സമയം നമ്മുടെ നാട്ടിലെ വഴികളൊക്കെ നമുക്ക് ഇതുപോലെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഏത് വഴിയാണ് കാണിക്കേണ്ടത് എന്ന് വെച്ചാൽ താഴെ കാണുന്ന ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കൃത്യമായിട്ട് സഞ്ചരിച്ചിട്ട് ഓരോ സ്ഥലങ്ങളും നമുക്ക് കാണിച്ചു കൊടുക്കാനും സ്ക്രീൻ റെക്കോർഡറിൽ പറഞ്ഞു കൊടുക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇതിനെക്കുറിച്ചൊക്കെയുള്ള വിശദമായ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീടടക്കം അടുത്തുള്ള കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് മുകളിൽ നിന്നും കാണാം. അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ റോഡുകൾ നമുക്ക് കൃത്യമായിട്ട് ഇതിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. ലിസ്റ്റിൽ അവസാനമായിട്ട് ഗൂഗിളിൻ്റെ സ്നാപ്സീഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. ഇതൊരു അതിഗംഭീരമായ ഫോട്ടോ എഡിറ്റിംഗ് ടൂളാണ്. നമ്മുടെ ഫോട്ടോ അതിഗംഭീരമാക്കാൻ നിരവധി ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അപ്പോൾ ഏതൊക്കെ പറയണമെന്ന് പോലും എനിക്കറിയില്ല. അത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ്. നിങ്ങൾ ഒരുപാട് പരസ്യമുള്ള സാധാരണ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിലും നല്ലത് ഈ ഒരു ഫോട്ടോ എഡിറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വസ്ത്രത്തിൻ്റെ നിറം മാറ്റാം, ഡിസൈൻ മാറ്റാം, അതുപോലെ തന്നെ തലയുടെ പൊസിഷൻ പോലും മാറ്റാം. നമ്മുടെ ഫോട്ടോന് നമുക്ക് എങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്ത് മാറ്റാൻ ഈ ഒരൊറ്റ ആപ്ലിക്കേഷൻ തന്നെ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഞാനിവിടെ കാണിച്ചു തന്ന 5 ആപ്ലിക്കേഷൻ്റെയും പേര് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ്. പിന്നെ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ പറഞ്ഞല്ലോ, ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റാണ് ഓൺ ആവുക. വെബ്സൈറ്റ് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വന്നാൽ 5 ആപ്ലിക്കേഷൻ്റെയും പേര് കാണാൻ സാധിക്കുന്നതാണ്. ഏത് ആപ്ലിക്കേഷനാണ് വേണ്ടത് അതിൻ്റെ പേരിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, ഇതിൽ ഏതൊക്കെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ ഇതിൽ ഏതൊക്കെ ആപ്ലിക്കേഷൻ എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ
അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റിൽ അറിയിച്ചാൽ അത് മറ്റുള്ളവർക്കും ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.